ഗുഡ് മോർണിംഗ്. നമ്മൾ ഡേ 5 സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ ഒരു ചാർജിങ് സ്റ്റോപ്പുമായിട്ടാണ്. നമ്മൾ ഇന്നലെ താമസിച്ച ക്യാബിനിൽ നിന്ന് ഒരു 10 മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ ഈ സ്ഥലത്തേക്ക്. രാവിലെ ഞാൻ നേരത്തെ റെഡിയായി. അപ്പോൾ ബാക്കിയുള്ളവർ റെഡിയാവാൻ ഏകദേശം ഒരു മണിക്കൂർ സമയം എടുക്കും. അപ്പോൾ ആ സമയം കൊണ്ട് ഒരു 10 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രൈവ് ചെയ്താൽ ബാക്കി ഒരു 40 മിനിറ്റ് ചാർജ് ചെയ്യാമല്ലോ. അപ്പോൾ ഞാനിങ്ങ് പോകുന്നു. ഒരു പ്രശ്നമുള്ളത് കുറച്ച് തണുപ്പുള്ള സ്ഥലമാണ്. രാത്രി മുഴുവൻ കിടന്ന് ബാറ്ററി കുറച്ച് കോൾഡായെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ച സ്പീഡൊന്നും കിട്ടുന്നില്ല. ഹെയ്ദാൽ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ചാർജറിൻ്റെ ലൊക്കേഷൻ സെറ്റിംഗ് ഒക്കെ അടിപൊളിയാണ്. ഇതാണ് നമ്മൾ ഇന്നലെ താമസിച്ച ക്യാബിൻ. ഇതൊരു വലിയ പ്രോപ്പർട്ടിയാണ് കേട്ടോ. ക്യാബിൻസ് മാത്രമല്ല, കാരവാൻസും ക്യാമ്പർ വാൻസൊക്കെ ആയിട്ട് വന്ന് ഇവിടെ താമസിക്കുന്നവരുണ്ട്. ആ കാണുന്ന ബിൽഡിങ് റിസപ്ഷനും അതുപോലെ തന്നെ ഈ ക്യാമ്പർ വാൻസിലൊക്കെ വരുന്നവർക്ക് ഉപയോഗിക്കാനുള്ള ഷെയർഡ് ടോയ്ലറ്റ്സും ബാത്റൂംസൊക്കെയാണ്. ക്യാബിൻ്റെ പുറകിൽ ചെറിയൊരു പ്ലാറ്റ്ഫോമും നമുക്ക് ഇരുന്ന് കാപ്പിടിക്കാനുള്ള ഒരു സ്ഥലമൊക്കെ ഉണ്ട്. ഇതിൻ്റെ പുറകിൽ കൂടെ ഒരു ചെറിയൊരു പുഴ എന്ന് പറയാനില്ല, ഒരു സ്ട്രീം ഒഴുകുന്നുണ്ട്. ക്യാബിൻ്റെ അകത്ത് ഇവിടെ ബാത്റൂമുണ്ട്, പിന്നെ 2 ബെഡ്റൂമുണ്ട്. ഇതിൽ 2 സെറ്റ് ബങ്ക് ബെഡ് ഉണ്ട്, ഇതിലൊരു ഡബിൾ ബെഡ് ഉണ്ട്, പിന്നെ ഒരു വലിയ ലിവിങ് സ്പേസ് കം കിച്ചൺ. ആക്ച്വലി ഇത് 6 പേർക്കുള്ള റൂമാണ്. 6 ചെയറുണ്ടല്ലോ ഡൈനിങ് ടേബിളിന്. ഇതിനകത്തൊരു വാച്ച് ടവറുണ്ട്. മുകളിലേക്ക് കയറാനുള്ള പടിയൊക്കെ ഉണ്ട്, പക്ഷേ ആ വാതിൽ പൂട്ടിയിട്ടേക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ സീനിക് റൂട്ട് പിടിക്കാം. വാൽഡർഫിയെ എന്നാണ് ഞാൻ അതിനെ പ്രൊനൗൺസ് ചെയ്യുന്നത്. ഒറിജിനൽ പ്രൊനൗൺസിയേഷൻ എന്താണെന്നൊരു പിടിയില്ല. ഹിൻസൈറ്റർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഈ റൂട്ട് തുടങ്ങുന്നത്. അവിടെ ക്യാമ്പിംഗ് സ്പേസൊക്കെ ആയിട്ട് ഒരു നല്ല ഗ്രൗണ്ടൊക്കെ ഉണ്ട്. ഇത്രയും ദിവസം നമ്മൾ പോയ സീനിക് റൂട്ട് എന്നുള്ള ഒരു ഡിഫറൻസ് തോന്നിയത് ഇതിൽ ഈ റൂട്ടിൽ നിറച്ച് വണ്ടികൾ മുന്നിലും പിന്നിലും ഉണ്ട്. അതുകൊണ്ട് ഇന്നലെയൊക്കെ ചെയ്ത പോലെ നമുക്ക് പതുക്കെ നിർത്തി വീഡിയോ എടുത്ത് പോക്ക്, അല്ലെങ്കിൽ വണ്ടി സ്ലോ ചെയ്ത് ഗ്ലാസ് ഇറക്കി വീഡിയോ എടുക്കണ പരിപാടിയൊന്നും നടക്കില്ല. ഈ റൂട്ടിൽ ഇപ്പോഴാണ് ഭംഗിയുള്ള സ്ഥലങ്ങൾ കണ്ടു തുടങ്ങിയത്. അതുവരെ പിന്നെ മുമ്പിലും പിന്നിലും വണ്ടി ആയിരുന്നുകൊണ്ട് അങ്ങനെ എടുക്കാനും പറ്റുന്നില്ല. 3 കളറ് വെള്ളം, 3 4 എന്നൊക്കെ കളറുണ്ട്. നീല കാണാണ്ട്, പച്ചയുണ്ട്. വെറുതെ അല്ല ഈ റൂട്ടിൽ നമ്മൾ ലേറ്റ് ആവണത് കേട്ടോ. ഇങ്ങനെ ഓരോ സാധനം കണ്ടാൽ ഇങ്ങനെ നിർത്താണ്ടിരിക്കുക. എന്താ ഭംഗി കാണാൻ, വണ്ടർഫുൾ. പിന്നെ എവിടെ നിർത്താനാണ്? എന്ത് ഭംഗിയാണല്ലോ കാണാൻ. ആ മലയുടെ മുകളിൽ ലൈറ്റ് ആൻഡ് ഷാഡോസിൻ്റെ ഒരു കളി തന്നെയാണ്. അതാണ് എനിക്കിനി ഭംഗി കൂട്ടണമായിട്ട് തോന്നുന്നത്. ലൈറ്റിൻ്റെയും മേഘത്തിൻ്റെയും അപ്പുറത്തുള്ള മലകളുടെയും ഒരു ഷാഡോ ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഇരുന്ന് ഇതൊക്കെ കണ്ട് ആസ്വദിക്കാട്ടോ. അപ്പുറത്ത് ലേക്ക് കാണാമെങ്കിൽ ഇപ്പുറത്ത് വിൻഡോസ് വാൾപേപ്പർ പോലത്തെ ഒരു സ്ഥലമുണ്ട് കേട്ടോ. നമ്മൾ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും തിരക്കുള്ളൊരു സീനിക് റൂട്ടും ഏറ്റവും തിരക്കുള്ളൊരു സീനിക് സ്പോട്ടും ഇത് തന്നെയാണ്, ഒരു സംശയമില്ല. ഈ വരിയിൽ കുറേ ദൂരം മാറിയാണ് നമ്മുടെ വണ്ടി ഇട്ടിരിക്കുന്നത്. നോക്കിയിട്ട് കാണാനും കൂടി ഇല്ല. ആക്ച്വലി അപ്പുറത്ത് വണ്ടി നിർത്തി അത്രയും ദൂരം പുറകോട്ട് പോകേണ്ട ആവശ്യമില്ലായിരുന്നു. കുറച്ച് മുമ്പോട്ട് വന്നപ്പോൾ അതാ വീണ്ടും. നേരെ മുകളിലേക്കാട്ടോ റൂട്ട്. അവിടെ വണ്ടി കാരണം കാണാം. അതിൻ്റെ അടുത്തൊരു ലേക്കൊക്കെ ഉണ്ട്. അടുത്തൊന്നാവില്ല, ദൂരെ ആയിരിക്കില്ലേ. പണ്ട് നമ്മൾ നോർത്ത് ക്യാപ്പ് പോയപ്പോൾ കണ്ട ഓർമ്മയുണ്ട്. ഒരു ലേക്ക് കുറേ നമ്മൾ നടന്നില്ലേ, എന്നിട്ട് എത്തിയില്ല. അറിയും തോറും അകലം കൂടുന്ന മഹാസാഗരായിരുന്നു ആ ലേക്ക്. അതെ, അതുപോലെ എനിക്ക് ഇതും കാണുമ്പോൾ നല്ല അടുത്തായിട്ട് തോന്നുന്നുണ്ട്. ഇതാണ് സ്റ്റെയിൻസ് പ്ലാസൻ, റോക്ക് ഓൺ ടോപ്പ് ഓഫ് അനദർ എന്ന് വേണമെങ്കിൽ പറയാം. ഈ മൗണ്ടൻ പീക്സ് കയറാൻ പോകുമ്പോൾ ഉള്ള ഒരു കഷ്ടമാണ് അത്ര കുഞ്ഞ് പാറകല്ല് ഒന്നിൻ്റെ മുകളിൽ ഒന്ന് കയറ്റി വെക്കുന്നത്. അതുപോലെ ഇത് മാൻമെയ്ഡ് ആണോ അതോ നേച്ചർ ഉണ്ടാക്കിയതാണോ എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. നേച്ചർ ഉണ്ടാക്കിയതായിരിക്കും ഒബ്വിയസ്ലി, പറയാൻ പറ്റില്ല. ആൾക്കാർ പിരമിഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്തുകൂടാകുന്നില്ല. ഫ്ലൈ 1389 ഈ റൂട്ടിൻ്റെ ഹയസ്റ്റ് പോയിൻ്റ് ആണ്. 1389 എന്നുള്ളത് ഇതിൻ്റെ ഓൾട്ടിറ്റ്യൂഡാണ്. പാനോറമിക് വ്യൂസാണ് ഇതിൻ്റെ ചുറ്റും. ഇവിടുന്ന് പല ട്രെയിൽസും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിങ്ങനെ പല കളറിലായിട്ട് വുഡൻ കുറ്റികളിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ചുമന്ന പെയിൻ്റ് അടിച്ച കുറ്റി നോക്കിയാൽ ഈ ട്രെയിൽ ഫോളോ ചെയ്യാം.
ഇതിൻ്റെ ഉള്ളൊരു കഫേ ഉണ്ട്, പിന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റീസും ഉണ്ട്. ഇഷ്ടം പോലെ പാർക്കിംഗ് ഉണ്ട്. EV കൊണ്ടുവരുന്നവർക്ക് ഒരു ചാർജിങ് പോയിന്റ് ഇവിടെ ഉണ്ട്. ഇവിടുത്തെ സിനമൺ റോള് ഭയങ്കര ഫേമസ് ആണെന്ന് കേട്ടു, അതുകൊണ്ട് നമ്മൾ ഒരെണ്ണം മേടിച്ചു. കഴിച്ചു നോക്കിയിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന്. എവിടെ സ്പേസ് ഉണ്ടല്ലോ അപ്പം കയറി ക്യാമ്പ് ചെയ്യൂല്ലേ? ഓ, അവിടെ അവിടെ താഴെ ക്യാമ്പ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ ആക്ച്വലി അതെന്തോ ഒരു റിസോർട്ട് തന്നെയാണ്. അങ്ങനെയൊന്നും വല്ലതായിരിക്കും. ഇത് രൂപ നേരത്തെ കണ്ട ഒരു ടൗൺ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, കുഞ്ഞു കുഞ്ഞു വീടുകളൊക്കെ ആയിട്ട്, അതാണ് ഇവിടുന്ന് കാണുന്ന വ്യൂ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഗാർലി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടെയാണ് ഈ റൂട്ടിന്റെ എൻഡ്. അതാണോ ആ കാണുന്ന ചെറിയ ടൗൺ എന്ന് നമുക്കറിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ബെയ്റ്റോസ്റ്റോളൻ എന്ന് പറഞ്ഞൊരു ടൗൺ ഉള്ളതായിട്ട് അറിയാം. ഇനി അതാണോ എന്നറിയില്ല. ഈ റോഡിന്റെ പേര് മിൽക്ക് റോഡ് എന്നാണ്. കാരണം ഈ റൂട്ടിൽ ഒരുപാട് മിൽക്ക് ഫാംസ് ഉണ്ട് എന്നാണ് പറയുന്നത്. നമ്മൾ ബെയ്റ്റോസ്റ്റോളനിലെത്തി. അപ്പോൾ ലാസ്റ്റ് സ്ഥലത്തുനിന്ന് കണ്ടത് ഇതായിരുന്നില്ല. ഇതൊരു അത്യാവശ്യം വലിയ പട്ടണമാണ്, ടൂറിസ്റ്റ് സ്പോട്ട് ഒബ്വിയസ്ലി. ഇനി വന്ന വഴി തിരിച്ചു പോയിട്ട് വേണം അടുത്ത സീനിക് റൂട്ടിലേക്ക് എത്താൻ. നമ്മളിപ്പോൾ ഉള്ളത് ഗെൻഡേ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇത് നമ്മുടെ തുടക്കത്തിൽ, ഈ സീനിക് റൂട്ടിൻ്റെ തുടക്കത്തിലുള്ള സ്പോട്ടായിരുന്നു. പക്ഷെ നമ്മളത് മിസ് ചെയ്തു. അപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോൾ ഇങ്ങോട്ട് കയറിയില്ലായിരുന്നെങ്കിൽ ഇത് വലിയൊരു ലോസ് ആയേനെ. അടിപൊളി വ്യൂ അല്ലേ? ഇവിടെ ഒരു കഫേ ഉണ്ട് വിത്ത് ടോയ്ലറ്റ് ഫെസിലിറ്റീസ്. പിന്നെ ഇവിടുന്ന് 1-2 ഹൈക്കിംഗ് ട്രെയിൽസ് പോകുന്നുണ്ട് പല സൈഡിലേക്കായിട്ട്. ഇവിടെ ഒരു ഫെറി ഉണ്ട്. അപ്പോൾ സീനിക് ക്രൂസൊക്കെ എടുക്കാനായിട്ട് ഈ ഫെറിയിൽ പോവാം. വലിയ ബാഗുകളൊന്നും ഫെറിയിൽ കൊണ്ടുപോകാൻ പറ്റില്ല. അത് പുറത്ത് വെച്ചിട്ട് വേണം പോകാൻ. ബാഗുകൾ ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇവിടെ ഫ്രീ പാർക്കിംഗ് ഉണ്ട് 2 മണിക്കൂറിന്. പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മണിക്കൂറിന് ഏകദേശം 25 യൂറോ ആണ് പാർക്കിംഗ് ചാർജസ്. ഈ ഫെറി ട്രിപ്പൊക്കെ പോകേണ്ടവർക്ക് കുറച്ച് ദൂരെ 2 കിലോമീറ്റർ അകലെയായിട്ട് ഒരു പാർക്കിംഗ് സ്പോട്ട് ഉണ്ട്. അവിടുന്ന് ഷട്ടിൽ ബസ്സസും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ റൂട്ട് 2 പ്രാവശ്യം ഓടിച്ചു. അങ്ങോട്ട് ഓടിച്ചു, ഇങ്ങോട്ട് ഓടിച്ചു. ഓക്കെ, അപ്പോൾ ഇതാണോ ഏറ്റവും സീനിക് റൂട്ട് അറ്റ്ലീസ്റ്റ് ഇതുവരെ കണ്ടതിൽ? അല്ല, ഇത് ഭംഗിയുണ്ട്, ഇല്ല എന്നൊന്നും പറയാനില്ല. പക്ഷെ ഇതുവരെ കണ്ടതിൽ ഏറ്റവും നല്ല സീനിക് റൂട്ട് ഇതൊന്നുമല്ല. അപ്പോൾ അതേതാ അതറിയില്ല. ഇന്നലെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, മിഞ്ഞാന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആക്ച്വലി ഒരു റൂട്ടും മോശമല്ല. പക്ഷേ നമ്മളിത് ചോദിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ ആണ് ഏറ്റവും കൂടുതൽ ട്രാഫിക് നമ്മൾ കണ്ടത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ എല്ലാ സ്പോട്ടിലുള്ളതും ഈ ഒരു ട്രെയിനിലാണ്, ഈ ഒരു റൂട്ടിലാണ് ഇതുവരെ. അത് ശരിയാ. മറ്റോടത്ത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സീനിക് റൂട്ടാണ് എന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ ഏറ്റവും സീനിക് ആണോ എന്ന് വെച്ചാൽ ആക്ച്വലി അറിയില്ല. ലോം എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞു. ലോം ഇന്നലെ നമ്മൾ രാത്രി കടന്നുപോയ സ്ഥലമാണ്. ഇത് സോങ്ങിയഫെൽ എന്ന് പറഞ്ഞ റൂട്ടിൻ്റെ എൻഡാണ് കേട്ടോ. നമ്മൾ വീണ്ടും ഒരു IONITY ചാർജിങ് സ്റ്റേഷനിൽ ചാർജ് ചെയ്യാൻ നിർത്തിയിട്ടുണ്ട്. IONITY ബിസ്മോ എന്നാണ് ഈ ചാർജിങ് സ്റ്റേഷൻ്റെ പേര് കണ്ടത്. ചുറ്റുപാടൊക്കെ ഇവിടെ മോശമല്ല. കുഴപ്പമില്ല. സിനമൺ ബൺ ഭയങ്കര സ്പെഷ്യലൊന്നുമില്ല, നൈസ്. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും പുറപ്പെട്ടു. വണ്ടി ചാർജ് ചെയ്തു. ഗാംലെ സ്റ്റെർനെസ്ഫെൽസ് വേഗൻ എന്ന് പറഞ്ഞ സീനിക് റൂട്ടാണ് നമ്മളിനി ഓടിക്കാൻ പോണത്. അത് ഗ്രോട്ട്ലി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് തുടങ്ങുന്നത്. നല്ല തിരക്കുണ്ട്, ട്രാഫിക്. നമ്മൾ അത്യാവശ്യം വലിയൊരു വണ്ടികളുടെ നിരയുടെ പുറകിലാണ്.
ഏതെങ്കിലും കാരവാൻ ഉണ്ടാവും മുമ്പിൽ, അവിടെ തിരിയുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഓരോ വഴിയിലേക്ക് ആളുകൾ തിരിയുന്നുണ്ട്, എന്നിട്ടും വരിക്ക് കുറവൊന്നുമില്ല. പക്ഷെ ഗംലെ സ്റ്റെർനെസ്ഫെൽസ് വേഗൻ എന്ന് പറയുന്ന റോഡ് തുടങ്ങിയിട്ടുണ്ട്. ഈ റൂട്ടിൻ്റെ കുറച്ച് ഭാഗം അൺപേവ്ഡ് റോഡ്സ് ആണ് എന്ന് അവരുടെ വെബ്സൈറ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം നല്ല കൊടുക്കുന്നുണ്ട്, പക്ഷേ സീനറി നല്ല ഭംഗിയുണ്ട്. പിന്നെ ആസ് ഓൾവേസ് ഒരു വണ്ടിക്ക് പോകാനുള്ള രീതിയേ ഉള്ളൂ. ചില സ്ഥലത്തൊക്കെ ഒതുക്കി കൊടുക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ എതിരെ വണ്ടി വന്നാൽ ബാക്കിയുണ്ടെങ്കിൽ റിവേഴ്സ് എടുക്കേണ്ടി വരില്ല. ഈ വഴി വിൻ്ററിൽ ഇങ്ങനെ പോകാനാണ്. സ്നോ ഉള്ളപ്പോൾ സെപ്പറേറ്റ് കണ്ടിലിടേണ്ട ആവശ്യമില്ല, ഫുള്ള് കല്ല. റോഡൊന്നും ഒരു സുഖമില്ല, പക്ഷേ സീനറി ഒരു രക്ഷയില്ല. പാർക്ക് ചെയ്യാൻ അങ്ങനെ സ്ഥലമൊന്നും കണ്ടില്ല. ഉള്ള കുറച്ച് സ്ഥലത്തൊക്കെ ക്യാമ്പർ വാൻസൊക്കെ പാർക്ക് ചെയ്ത് കണ്ടു. അങ്ങനെ ഇല്ലാതൊരു സ്ഥലം കിട്ടിക്കഴിഞ്ഞപ്പോൾ ചാടി ഇറങ്ങി വീഡിയോ എടുത്തതാണ്. വീണ്ടും വേറൊരു സ്ഥലത്ത് നിർത്തി ഇറങ്ങി. വെള്ളത്തിൻ്റെ കളർ ഉണ്ടാകും. കുറച്ച് നേരെ ആ വെള്ളത്തിൻ്റെ അടുത്തേക്ക് പോകണമെന്ന് വിചാരിക്കണം. കറക്റ്റായിട്ടൊരു സ്ഥലം കിട്ടിയിട്ടുണ്ട്, പോയി നോട്ടെ. ഏറ്റവും കൂടുതൽ വണ്ടിയുടെ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞാൽ കളിയാക്കും, പക്ഷേ ഇതൊക്കെ കണ്ട ഫോട്ടോ എടുക്കണ്ടേ. ഈ റോഡ് മുഴുവൻ ഇങ്ങനെ തന്നെയാണ്, ഫുള്ള് ഭയങ്കര ഭംഗിയാണ്. കണ്ടില്ലേ? അൺപേവ്ഡ് കുറച്ച് അല്ലേ ഉള്ളൂ സെക്ഷൻ. അതോ സീനറിയുടെ കാര്യമാണ് പറഞ്ഞത്? ഞാൻ സീനറിയുടെ കാര്യമാണ് പറഞ്ഞത്. മുമ്പിൽ നിന്ന് തന്നെ വെളിച്ചടിക്കണം. അതുകൊണ്ട് ക്യാമറയിൽ എന്തോരം ഇത് കിട്ടുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷെ നമ്മൾ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇതുവരെ പോയ റോഡിലൊക്കെ ഇടയ്ക്ക് കുറച്ച് സെക്ഷൻസ് ഈ ഒറ്റ വണ്ടിക്ക് മാത്രം പോകാൻ പറ്റുന്നില്ലെങ്കിലും ബാക്കി കുറേ ഭാഗത്ത് കുറേ കൂടെ വീതിയുള്ള റോഡ്സ് ആയിരുന്നു. ഇതിപ്പോൾ മിക്കവാറും സ്ഥലത്ത് ഒരു വണ്ടിക്ക് പോകാനുള്ള വീതിയേ ഉള്ളൂ. അവസാനം റോഡ് നന്നായി കിട്ടി. ഗ്ലാസ് ഞാൻ രാവിലെ വെള്ളമൊഴിച്ച് കഴിക്കുന്നതാണ്, ഇനിയും കഴുകാറായി. എന്നാലും സാരില്ല, ഈ വ്യൂ ഇനി കിട്ടില്ലല്ലോ. സ്നോ നിറച്ചുണ്ട്, മെൽട്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ വെള്ളമാണ് ഇതിലേക്ക് മുഴുവൻ പോണത്. അവിടെ ഒരു വാട്ടർഫോൾ ഉണ്ട്, അതിൻ്റെ ശബ്ദം ഇവിടെ നിന്നാ കേൾക്കാനുണ്ട്. ഈ റോഡിൽ പല സ്ഥലത്തും ഇങ്ങനെ സ്റ്റോൺ പാകിയ ബാരിയേഴ്സ് പണിഞ്ഞിട്ടുണ്ട്. ഇത് വർക്കേഴ്സ് കൈകൊണ്ട് എടുത്ത് വെച്ച് ഉണ്ടാക്കിയതാണ് എന്നാണ് വായിച്ച് മനസ്സിലാക്കിയത്. ടാറിട്ട റോഡാണെങ്കിലും വലിയ മെച്ചമൊന്നുമില്ല, ചാട്ടം തന്നെയാണ്. നമ്മൾ ഹെയർ പിന്നൊക്കെ ഇറങ്ങി താഴെ എത്തി. നല്ല ശക്തിയുള്ള ഒഴുക്കാ. നമ്മളിപ്പോൾ പോണത് ഗെയ്റാഞ്ചർ ട്രോൾസ്റ്റിഗൻ റൂട്ടിലാണ്. ട്രോൾസ്റ്റിഗൻ നമ്മളിന്ന് പോണില്ല, ഈ റൂട്ട് പകുതിയെ നമ്മളിന്ന് പോണുള്ളൂ, ബാക്കി നമ്മൾ നാളെ പോണുള്ളൂ. ആ കാണുന്നത് ഗെയ്റാഞ്ചർ ടൗണാണ്. ഗെയ്റാഞ്ചർ ഫ്യോർഡാണ് ആ കാണുന്ന ഫ്യോർഡ്.
വ്യൂ ഇരുന്ന് ആസ്വദിക്കാനായിട്ട് ഇവിടെ ബെഞ്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം പാർക്കിംഗ് ഉണ്ട്. പിന്നെ ഈ ഭാഗത്ത് 2 ടോയ്ലറ്റ്സ് ഉണ്ട്, നല്ല വൃത്തിയുള്ള ടോയ്ലറ്റ്സ് ആണ്. പിന്നെ റൂട്ട് മാപ്സ് ഉണ്ട്. അങ്ങനെ സൗകര്യമുള്ള സ്ഥലം. കൂടുതൽ പാർക്കിംഗ് ഇത്തിരി പോയിട്ട് അങ്ങോട്ട് ഉണ്ട്. ഗെയ്റാഞ്ചർ എത്തി നമ്മൾ. ഫുള്ള് ക്യാമ്പിങ് സ്ഥലങ്ങളാണ്. ഗെയ്റാഞ്ചർ ഫ്യോർഡ്. നമ്മൾ വീണ്ടും കയറ്റം കയറി തുടങ്ങി. ഇനി ഒരു എയർപിൻ കഴിഞ്ഞു. 10 എയർപിൻ ഉണ്ട് മൊത്തത്തിൽ ഈ റൂട്ടിൽ. നല്ല അടിപൊളി കയറ്റം. എന്നിട്ട് അവിടെ ഒരു വീടും ഉണ്ട് ഈ കയറ്റത്തിൽ. ഇത്രയും കയറി കഴിഞ്ഞപ്പോൾ ഇടയിൽ ശ്രദ്ധിച്ച ഓരോ എയർപിൻ്റെ അവിടെ ഓരോ പേര് എഴുതി വെച്ചിട്ടുണ്ട്. എയർപിൻ ബെഞ്ചിൻ്റെ പേരാണോ എന്ന് മനസ്സിലായില്ല, ആയിരിക്കും എന്ന് ഞാൻ ഊഹിക്കുന്നു. കണ്ട അവിടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എയിംസ്റ്റാൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഫെറി എടുക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് ലിംഗെ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകണം. അവിടുന്ന് ടോൾ സ്ട്രീറ്റ് കണ്ടിന്യൂ ചെയ്യാണ്. പക്ഷെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നില്ല. ഇന്ന് നമ്മൾ താമസിക്കാൻ പോണ സ്ഥലത്തേക്കാണ് പോണത്. ഫെറി മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ ഇങ്ങോട്ട് പോരുകയായിരുന്നു. അതുകൊണ്ട് ചില സീനിക് സ്പോട്ട്സ് ഒക്കെ നമുക്കൊന്ന് മിസ്സായിട്ടുണ്ട്. നാളെ നമ്മൾ ടോൾ സ്ട്രീറ്റിനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അവിടെ ഒന്നും മിസ്സാവാതിരിക്കാൻ വേണ്ടി വേറെ പ്ലാൻ ഒന്നും ഇട്ടിട്ടില്ല. അപ്പം ഇനി നാളെ കാണാം.